Hello guys, welcome back to Dude Gamer. Guys, നമ്മൾ ഇന്ന് എന്തിനായിട്ട് വന്നേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇന്ന് ബെഡ് റോക്ക് എഡിഷനിൽ ഐലൻഡിൻ്റെ ഒരു സീഡായിട്ടുണ്ടോ. നമ്മൾ ഇതിൻ്റെ ഈ സീരീസിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡർ ഡ്രാഗനെ പോയി കില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം പിന്നെ തുടരെയിരിക്കും, എൻ്റെ അപ്പുറത്ത് മൈദ അനുസരിച്ചിരിക്കും. പിന്നെ ഈ മൂക്കടപ്പ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ കുറവുകളുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. പിന്നെ ഇവിടെ ഞാൻ ഇതിൻ്റെ തമ്പനയിലുണ്ടല്ലോ, ഈ മൈൻക്രാഫ്റ്റ് സീഡിന് ഇൻബിൽഡായിട്ട് ഇപ്പോൾ തന്നെയാണ് സീഡ്. അപ്പം ഇതിനകത്ത് ഐലൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടാണ്ടത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മേകളിൽ നിന്നൊരു വ്യൂ ഉണ്ട് തമ്പനയിലായിട്ട് കിടക്കണ. അത് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ട് വില്ലേജ് ഞാൻ കണ്ടായിരുന്നു. നമുക്ക് വില്ലേജിലോട്ടും പോയി നോക്കാം. അവിടെയാണോ? ഇവിടെ ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇവിടെ ഇത്ര ഉള്ളൂ യെസ്. എന്തിടോ അവിടെയാന്ന് തോന്നുന്നു. ആ ഗൈസ്, എന്താ അവിടെ നെതർ പോർട്ടൽ കാണാൻ പറ്റുന്നുണ്ട്. നെതർ പോർട്ടൽ അല്ല ഇത്. അതെ, നെതർ പോർട്ടൽ. അതെ ഗൈസ്, അവിടെ വീട് കാണാനുണ്ട്. ഞങ്ങൾക്ക് അവിടെ പോയി മൈൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഈ നെതർ റാക്കൊക്കെ എടുത്ത് പിന്നെ ഈ നെതർ പോർട്ടലെല്ലാം എടുത്ത് സെറ്റപ്പ് ആക്കണം. ഇവിടെ നല്ല കിടക്കാച്ചി ബിൽഡ് ആക്കണം നെതർ പോർട്ടലിൻ്റെ അവിടെ. ഇതെടുക്കുമ്പോൾ ലോട്ടസ് സോൺ ഈ മറ്റു സംഭവം ഏതാണ്ടൊക്കെ ഉണ്ട്. നൺബർഗറി സിൽക്ക് ടച്ച് ഡോർസ്. ഹായ് കുട്ടാ, സുഖല്ലേ? വില്ലേജ് ഉള്ളതുകൊണ്ട് മരം തട്ടുള്ള അല്ലെങ്കിൽ തട്ടിക്കൊണ്ടേനെ. ഓ മോനെ, പറക്കണ നോക്കിയുടെ പൊട്ടിക്കുമ്പോ പറക്ക ഗൈസ്. അൻകോളത്തിന് അറിയാതെ പോലും കൊല്ലരുത്. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവുക. ബ്ലാക്ക് സ്മിത്ത് ഇല്ലെങ്കിൽ നമ്മൾ അൻകോളത്തിന് നൈസായിട്ട് ഇടും. ഇങ്ങനെ കറങ്ങിയെടുക്കുക ഗൈസ്, അത് നല്ലത്. ഹായ് കുട്ടാ, ഞാൻ എടുക്കേണ്ടതല്ല. ഇനി ഇതെല്ലാം എൻ്റെ ഓക്കെ. ആ വതയൊക്കെ വെച്ചൊന്ന് ജീവിക്കട്ടെ. എനിക്ക് നട്ടു ഇതിനകത്തൊന്നും ഉണ്ടാവൂ. ഇതിനകത്ത് ഇവിടെ ഒരു ഹേബിൽ ഇരിക്കുന്നുണ്ട്. ഈ ബെഡ് എൻ്റെ, ഇതെൻ്റെ. മുകളിലോട്ടൊന്നും ചെയ്യുന്നില്ല. ഈ വീടിനെ ഉപേക്ഷിച്ച് ഇനി ഒരു വില്ലേജിൻ്റെ അകത്തോട്ട് കയറാം. ഹേബിലെല്ലാം നമുക്ക് ഫുൾ എടുക്കണം. നമ്മുടെ ഫുഡ് സോഴ്സ് ആണ് ഇനി ഹേബിൽ. വില്ലേജിലാണ് ഫുഡ് സോഴ്സ് ഉണ്ട്, ഈ ബ്രെഡാണ് കേട്ടോ. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. നമുക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എന്തോന്നുണ്ടെന്ന് നോക്കാം. എടാ ഡയമണ്ട്രാ മോനെ, സീന്. ഇതെടുക്കാം. ഇത് ഫുള്ളും പൊട്ടിച്ചാണ് എടുക്കാറുള്ളത്. പൊട്ടിച്ചാണ് എടുക്കാം. ഈ എല്ലായിടത്തുണ്ട്. ഈ ഫർണസ് എല്ലാം എടുത്തേക്കാം. ഇതൊരെണ്ണം പൊട്ടിക്കാം. ഇത് ഇവിടുത്തെ ഈ മുതലാളിയാന്ന് തോന്നുന്നു. മുതലാളിയുടെ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ആക്കാം. ഇനി ഇതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. പോയേ എന്തെങ്കിലും വീട് നശിച്ചു പോയി കേട്ടോടാ. വീട് നശിച്ചു പോയി. സോറിട്ടാ, അറിയാൻ പറ്റിയതാ. എടോ
കൊല്ലടാ. ഞാൻ അറിയാതെ പറ്റിപ്പോയതാ, സോറി. എൻ്റെ കയ്യിൽ വുഡില്ലേ? ഞങ്ങൾ പ്ലാങ്ക് ആക്കണം. ഓ ഞാൻ പറഞ്ഞേ. അയ്യാ ചത്തേ. ഞാൻ ചത്തടാ. എനിക്കിതൊന്ന് ചീനെ കൊല്ലാം. എന്താ ചാവാത്ത? എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ലല്ലോ. സ്റ്റോൺ ഉണ്ടോ? സ്റ്റോൺ 2 ഉണ്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ 2 ഉണ്ടാക്കിയ. ഇനി ഇത് ഇവിടെ വയ്ക്കാം. സോറി. ഫസ്റ്റ് നമ്മുടെ ടൂൾസ്. അത് ടൂൾസിൽ നമുക്ക് നമ്മുടെ വുഡൻ അല്ല സ്റ്റോൺ ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾക്ക് ചറപ്പറാന്ന് പറഞ്ഞാൽ അടിക്കാം. നമുക്കൊരു ഇതുണ്ടാക്കിയല്ലോ. ആക്സ് ടൂൾസ് ഒന്നും ഇല്ല. സോറി. ഓക്കെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം പൊട്ടിച്ചിരിക്കും. ഇപ്പം നമ്മൾ താഴെ ഫുള്ള് ലൂട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല അല്ലേ? ലൂട്ടൊന്നും കഴിഞ്ഞല്ല. ഇനിയുണ്ട് ലൂട്ടിങ്. ഓക്കെ. ഇവിടെ ചെസ്റ്റ് ഇരിക്കണ്ടല്ലോ. നിങ്ങളാട്ടെ ഫുള്ള് മൊത്തം പൊട്ടിച്ചെടുക്കാം. ഇവിടെ മറ്റു സംഭവല്ലേ സ്റ്റോൺ കട്ടറുണ്ട്. ഇതും കൂടി എടുത്തേക്കാം. അതെടുത്തുണ്ട്. ഇനിയൊന്നുമില്ലല്ലോ. താഴെ ഒന്നുമില്ല. ഇനി മേളിലാണ് ഗൈസ്. താഴെ ചെറിയ വില്ലേജ് ആണ് ഗൈസ്. അല്ല ഗൈസ്, അവിടെ ഒരു ഇതുണ്ടായിട്ടോ നമ്മുടെ ഫാർമ്. അത് എടുക്കണം അടുത്ത ഗൈസ്. ഇനി എടുക്കാം. നമുക്ക് ലൂട്ടിങ് ഉണ്ടായിരുന്നു. കൂടുതൽ പൊട്ടറ്റോസ് എല്ലാം കിട്ടും. ഇതെല്ലാം എടുത്തുണ്ട്. ഇതും കൂടി എടുക്കാം. ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു വീട് ഒളിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാനാണ് ഈ കാണുന്നത്. ഞാനാണ് മോൻ. പില്ലച്ചറിന്റെ മോന്ത. ഗ്രേ കളർ മോന്ത. ഇവിടെ എന്തുണ്ട്? ഇവിടെ മേലോട്ട് ചെസ്റ്റ് ഉണ്ട് എന്നാണ് എൻ്റെ നിഗമനം. ഇത് നമുക്ക് നമ്മുടെ സീക്രട്ട് ഏരിയക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫുൾ ആപ്പിളാ. ഇത് പൊട്ടിച്ചെടുക്കാം. ജസ്റ്റ് അങ്ങ് നന്നായിട്ട് ആവശ്യം വരും. നമ്മുടെ സീക്രട്ട് ബേസ് അല്ല സീക്രട്ട് ബേസ് അത് തന്നെ. ഇനി നമ്മുടെ വീട് വരാൻ പോണത് ഏറ്റവും മുകളിലത്തെ സ്ഥലത്ത്. ഇതാണ് നമ്മുടെ വീട്. ഈ ഫാർമ് നമ്മൾ എന്തായാലും പൊട്ടിക്കല്ല. സോംബിയുടെ ചാവാൻ കിടക്കുന്നുണ്ട്. നമ്മൾ ഈ കൺപോസ്റ്റർ പൊട്ടിച്ചളയും. രാത്രി. ഇറങ്ങി എണീറ്റു. ഇനി നമ്മുടെ ചെസ്റ്റ് അല്ല ചെസ്റ്റ് എന്ത് ചെയ്യാം? ചെസ്റ്റുകൾ എവിടെയാണോ? ചെസ്റ്റുകൾ ഇനി ഇവിടെ ഇരിക്കും.
സെറ്റ് നമ്മുടെ ചെസ്റ്റ് ഇവിടെ അല്ല ഇവിടെ പിന്നെ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അല്ല ഇവിടെ വെക്കണ്ട, ഇവിടെ വെക്കരുത്. ശരിക്കും ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ രണ്ടെണ്ണം ഗൈസ് പൊട്ടണം കേട്ടോ. 2 എണ്ണം പൊട്ടണം. ചെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായി? ഇപ്പം എല്ലാം സെറ്റായി. ഞാൻ നമ്മുടെ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ക്യാരറ്റ് ഇവിടെ നോട്ടെ, ഇത് നോട്ടെ, ഇത് നോട്ടെ, ഇത് നോട്ടെ, ഇത് നോട്ടെ, ഇത് നോട്ടെ, ഇത് അല്ല ഒരെണ്ണം നമുക്ക് വേണം. ഇത് ആപ്പിൾ വേണ്ട. ഇത് ഹേബിള്, ഇത് അല്ല ഇത് ഇത്രയും പോരെ? ഇപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ? 3 ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് അല്ല ഈ ഇത് സംഭവം ഇവിടെ നോട്ടെ. നമ്മുടെ ഫുഡ് ഇവിടെ നോട്ടെ. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ സംഭവം ഒന്ന് സെറ്റ് ആക്കണം. നമുക്ക് ലോഡ് സ്റ്റോൺ ഒന്ന് സെറ്റ് ആക്കാം. നമ്മുടെ എൻട്രൻസിൽ തന്നെ ഐശ്വര്യമായിട്ടിരിക്കട്ടെ. ഓക്കെ, ലോഡ് സ്റ്റോൺ ലോഡ് സ്റ്റോൺ ഇതിലൂടെ വയ്ക്കാം. ഇനി നമ്മുടെ കോമ്പസ് എടുത്ത് ക്ലിക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഈ കോർഡിനേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതെ, കോർഡിനേറ്റ് നമ്മൾ യൂസ് ചെയ്യാനുള്ള നമുക്കിവിടെ സ്റ്റെപ്പ് പണിയായിരുന്നല്ലോ. തൽക്കാലത്തേക്ക് വേണ്ട. ഇപ്പൊ ചത്തോണ്ടേനെ. ഐഷബാഷ്. ഇനി ഇത് പൊട്ടിക്കണം. ഇതും പൊട്ടിക്കണം. ഇതും പൊട്ടിക്കണം. ഇതും പൊട്ടിക്കണം. തൽക്കാലം ഇപ്പൊ ഇത് ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ സ്റ്റോറേജ്, മിനി സ്റ്റോറേജ്. ഇനി കിട്ടുന്ന ചെസ്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ വീട്ടിൽ മാത്രം മെയിൻ സ്റ്റോറേജ്. ഇതാണ് നമ്മുടെ ബേസ് വീട്. ബെഡുകളെല്ലാം എടുത്ത് പുറത്തേക്ക്. ഇവന്മാരെ ഇനി അകത്തിറക്കണ്ട, എനിക്കിഷ്ടമല്ല. ഇവന്മാരെ അകത്തിറക്കണം, എനിക്കിഷ്ടമല്ല. ഇത് നമ്മുടെ ബെഡല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇവിടെ എടുക്കാം, എന്നിട്ട് ഇതെടുക്കാം. ഓക്കെ, ഇനി ഇതെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബെഡ് എടുക്കാം. ക്ലാസിക് ലുക്ക് ബെഡ് അല്ല, ഇവിടെ അല്ല, ഇവിടെ. എന്നിട്ട് ഓക്കെ, റെസ്പോൺസ് സെറ്റ് ചെയ്തു. ഈ ബെഡും കൂടെ പൊട്ടിക്കാം. നമുക്കിവിടെ വലിയൊരു സംഭവം സെറ്റാക്കാം. നമ്മൾ ഫ്രീ ആയിട്ട് ഗൈസ് ഇവർക്ക് നമ്മൾ ബെഡുകളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകും. ഇതിലാവശ്യം നമ്മൾ ഇതെല്ലാം പൊട്ടിച്ചെടുക്കും, അത് വേറെ ആവശ്യം. ഇതോടെ
ഇപ്പം ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പ്ലാൻ? ഇനി ഞങ്ങൾക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തിനാ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഫർണസ് എടുക്കാം. ഇത് പറഞ്ഞു ഇവിടെ നമ്മുടെ കയ്യിലിരിക്കണം. ഞങ്ങൾക്ക് പോയി നമ്മുടെ നെതർ പോർട്ടലിലേക്ക് പോയി പൊട്ടിക്കണം. അതൊക്കെ വേറെ വീഡിയോ ചെയ്യാം. ഇവിടെ എന്ന് വെച്ചാൽ 1 2 3 4. ഓക്കെ, 4 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒതുങ്ങിയിരുന്നു ഗൈസ്. ഇത് ഉടയ്ക്കാം. ഡൈസ് ഉടയ്ക്കണ്ട. ഒരു 2 പോലെ പൊട്ടിക്കടാ. ആക്സ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് സ്റ്റോൺ ആവശ്യമുണ്ട്. ഇപ്പൊ തൽക്കാലം ഇപ്പം നമുക്ക് പുറത്തേക്ക് വെച്ചാലോ? വേണ്ട, ഇവിടെ 2 ബ്ലോക്ക് സ്ഥലമുണ്ട്. ഇവിടെ ഒരെണ്ണത്, പിന്നെ നമ്മുടെ സ്റ്റോൺ കട്ടർ ഇവിടെ ഒക്കെ സെറ്റ്. അതിനകത്തേക്ക് അങ്ങനെ കയറി ചെന്ന് നമ്മുടെ അരിഞ്ഞു കളയും. അത് വേറെ ആവശ്യം. ഞങ്ങൾക്ക് കുറച്ച് സ്റ്റോൺ ആവശ്യമുണ്ട്. ഞാൻ ഡാമേജ് കിട്ടി. കുറച്ച് സ്റ്റോൺ ആക്കി ഈ വീട് ഫുള്ളും ഒന്ന് നമുക്ക് അലങ്കാര പണി ചെയ്യാം. സോറിടാ, ഭാവിയിൽ ഞാൻ വീട് മൊത്തം നിനക്ക് സെറ്റാക്കിയാണ്. ഒരു പിക്കാക്സ് വേണമല്ലോ. ഇവിടെ നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ നല്ല സ്റ്റെപ്പ് വേണം. അത് വേറെ വിഷയം. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ആകെ കൊന്നതെന്ന് പറഞ്ഞാൽ അയൻകുളത്തിനാണ്. ഇതുവരെ നമ്മൾ ആരെയും കൊന്നുള്ള. കുറച്ച് സാൻഡ് വേണം ഗ്ലാസ് ഉണ്ടാക്കാൻ. നമ്മുടെ ബേസ് ഇനി ഇതൊന്നും അല്ലായിരിക്കും. ഈ വീട് ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യണതാണ്. ഇനി ഭാവിയിൽ നമ്മൾ സെറ്റപ്പാ. നീ ആരടാ എൻ്റെ വീട്ടിലോട്ട് വരാൻ? ഞാൻ എൻ്റെ ജോലി ഞാൻ കളയാൻ പോവാ. അത്രയ്ക്കായി നീ എൻ്റെ വീട്ടിലോട്ട് കയറൂലേ? ഞാൻ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇപ്പൊ സെറ്റ്. നിനക്ക് വേണമെങ്കിൽ എന്നാ ആർക്കാ വേണ്ടതെന്ന് വെച്ചെടുത്തോ. അല്ല, ഇപ്പൊ എൻ്റെ അവിടെ വെച്ച് ഇവന്മാർ അവിടെ പോയി പണിയെടുക്കും. നശിപ്പിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, തൊട്ടടുത്ത് അവിടെ തന്നെ വെച്ചാൽ അല്ലെങ്കിൽ ഡീസ്പോണായി പോയിക്കോട്ടെ. ഡീസ്പോൺ ആക്കണ എങ്ങനെയാ? ഡ്രോപ്പ് ചെയ്യണ എങ്ങനെയാണ് സംഭവം? ഞങ്ങൾക്ക് കുറച്ച് നമ്മുടെ ടൂൾസ് എല്ലാം ഉണ്ടാക്കാം. എന്തോ ടെസ്റ്റിനുള്ളുണ്ട്. ഇനി ഇത് ഓപ്പൺ ആക്കാം. വുഡ് ലൈസ് വുഡ് അവിടെ വുഡില്ലല്ലോടാ. 3 എണ്ണം ഉണ്ട്. അതും വെച്ച് നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ടൂൾസിൽ പോയിട്ട് ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്സ് എടുത്ത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, രാത്രി ആയില്ലോടോ. വില്ലേജിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാം. അങ്ങനല്ലേ? നമ്മളിപ്പോ എന്തിനാ വന്നത്? വുഡ് ഒപ്പിക്കാം.
ഇപ്പൊ തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഹൗസ് നമുക്കൊന്ന് വെട്ടാം ഗൈസ്. ആ ഹൗസ് വെട്ടാം. ബ്രോ നിങ്ങളുടെ അണ്ണൻ എന്തി? അവനല്ലേ ഇപ്പൊ എനിക്കും ഡാമേജ് ഗൈസ്. ഇനി ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാം. ഇത് ഫസ്റ്റ് വൺ പൊട്ടിക്കാം. ക്യാപ്ഷൻ്റെ ഇത് പോയി കേസ്. ഈ വീട് ഫുള്ള് ഇനി നശിപ്പിക്കൂടെ? ഇപ്പം എത്ര വുഡായി? 15 വുഡായി. പണ്ടേ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്ന വില്ലേജേഴ്സിന്റെ വീട് പോയി അടിച്ചു വയ്ക്കും. അവിടെ ആകുമ്പോൾ ഒരു നിൽപ്പിന് ഇഷ്ടം പോലെ വുഡ് കിട്ടും. ആ പണി തന്നെയാണ് ഇപ്പം ചെയ്യണത്. മഴ പെയ്യുന്നുണ്ട്. നോ പ്രോബ്ലം. പുറത്ത് മഴ പെയ്യുന്നുണ്ടേ. പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ നിഗമനം. ഓ ഗൈസ് ലാഗ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ആക്കണ്ട, ഇനി വർക്ക് ചെയ്യില്ല. ഇങ്ങനെ കിടന്ന് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കുറേ നേരം ഫ്രീസ് ആയതുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ ബൈ.